നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ജി. ഒന്നാം ഘട്ടം ബംഗാൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേ 90% പോളിംഗ് കയറി. അപ്പോഴേ BJP പറഞ്ഞു ഇത് ഞങ്ങളുടെ കയ്യിലാണെന്ന്. രണ്ടാം ഘട്ടവും അതുപോലെ തന്നെ. ഉച്ചയായപ്പോൾ തന്നെ 1 മണിക്ക് തന്നെ ഏതാണ്ട് 60% പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടല്ലോ. എക്സിറ്റ് പോൾ വന്നപ്പോൾ വ്യക്തമായ മെജോറിറ്റി മിക്കവാറും എല്ലാ എക്സിറ്റ് പോളുകളിലും BJPക്ക് തന്നെയാണ്, NDAക്ക് തന്നെയാണ്. ഒരു കനത്ത രാജ്യത്തെ ഒരു സംസ്ഥാനത്തും BJP ഇത്ര കണ്ട് പണിയെടുത്തിട്ടുണ്ടാകില്ല അല്ലേ? ഒരു അഴിമതിയെ എക്സ്പോസ് ചെയ്യാൻ, അഴിമതിരഹിത ഭരണത്തിലിരുന്നു കൊണ്ട് കേന്ദ്ര BJP സർക്കാർ ബംഗാളിലെ മമതാ ബാനർജിയുടെ അഴിമതിയെ എക്സ്പോസ് ചെയ്യുമായിരുന്നു. ആ എക്സ്പോസിൻ്റെ തുടർഫലമാണ്, തുടർ ചലനങ്ങളാണ് ഈ പോളിംഗിൽ നമ്മൾ കണ്ടത്. എന്നിട്ട് നമ്മുടെ പത്രങ്ങൾ പറയുന്നത് ദീദിക്ക് വീഴുമോ? ഈ ദീദി എന്ന് വിളിക്കാൻ മാത്രം അവർ, നമ്മുടെ ശ്രീമതി ടീച്ചർ എന്നൊക്കെ പറയുന്ന പോലെ ദീദി എന്ന് വിളിക്കാൻ മാത്രം എന്തുമാത്രം ക്വാളിറ്റിയാണ് അവർക്കുള്ളത്? അതൊരു കാര്യമുണ്ട്. ഇവിടെ ശശികല ടീച്ചർ വിളിക്കാൻ വലിയ ബുദ്ധിമുട്ട്. അവർ യഥാർത്ഥ അധ്യാപികയായിരുന്നു. ശശികല ടീച്ചർ എന്ന് വിളിക്കില്ല, പക്ഷെ ശ്രീമതി ടീച്ചർ, ശശികല ടീച്ചർ, ശൈലജ ടീച്ചർ, പിന്നെ ഗോവിന്ദൻ മാഷ്, അവരൊക്കെ ആരെ എന്ത് പഠിപ്പിച്ചിട്ടാണെന്ന് ആർക്കും അറിയില്ല. അതൊക്കെ കേരളത്തിൻ്റെ ഒരു ശൈലി. അതിനപ്പുറം ബംഗാളിലേക്ക് ചെല്ലുമ്പം ബംഗാളിൽ മമതാ ബാനർജിയെ അല്ലെങ്കിൽ മമതാ ബന്ദോപാധ്യായെ അവിടെ ജനങ്ങളും ഭാരതം മൊത്തവും അംഗീകരിക്കുന്നതിന് നമ്മൾ അതിൽ അതിശയപ്പെട്ടിട്ട് കാര്യമില്ല. ഒരു ഘട്ടത്തിൽ ബംഗാൾ ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ബംഗാളിൻ്റെ ചരിത്രം മാറ്റിക്കുറിച്ച് ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ബംഗാളിനെ രക്ഷിച്ചയാളാണ് മമതാ ബാനർജി. 1947 തൊട്ട് ഏതാണ്ട് 1977 വരെ ഇവിടെ കോൺഗ്രസ് ഭരണമായിരുന്നു. അതിനുശേഷം ജ്യോതിബാസുവും പിന്നീട് ബുദ്ധദേവ ഭട്ടാചാര്യയും 34 വർഷം. ഈ രണ്ട് ഭരണത്തിനിടയ്ക്ക് അവിടെ ഉണ്ടായൊരു വലിയൊരു സംഭവമുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പോകാം. മാരിജാപ്പിയിൽ 10,000-ഓളം ശൂദ്രരെ, നാമശൂദ്രരെ, ഷെഡ്യൂൾഡ് കാസ്റ്റിനെ, പിന്നോക്ക ജനവിഭാഗത്തെ ജ്യോതിബാസുവിൻ്റെ സർക്കാർ സുന്ദർബൻ ആ ഏരിയയിൽ കൂട്ടക്കൊല ചെയ്തൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ട് അവിടെ. അതോടൊപ്പം തന്നെ നിരവധി കൊലപാതകങ്ങളുടെയും കടന്നാക്രമങ്ങളുടെയും ഒരു രാഷ്ട്രീയം ആ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് ചോരക്കറവുണ്ട്. ചോരയിൽ നമുക്കറിയാമല്ലോ, ഒരു അമ്മയെ മക്കളുടെ തല വെട്ടിപ്പൊളുന്ന ചോര കൊണ്ട് കുഴച്ച ചോറ് കഴിപ്പിച്ച, അതുപോലെ ആനന്ദമാർഗികളെ അഴിഞ്ഞാടുകാരനുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഈ മമതയൊക്കെ തന്നെ ശാരീരികമായിട്ട് ആക്രമിച്ചിട്ടുള്ളതിന് കണക്കില്ല. അവളെ പോരാടിയാണ്, അവരോട് തെരുവിലിറങ്ങി പോരാടിയാണ് മമത അധികാരം പിടിച്ചത്. പക്ഷെ മമത അധികാരം പിടിച്ചു കഴിഞ്ഞപ്പം മമത കൂടെ കൂട്ടിയെന്ന് പറയുന്നതും അന്ന് വരെ മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം നിന്നിരുന്ന ബംഗാളിലെ മുസ്ലിം വർഗീയവാദികളുടെ പക്ഷത്തെയും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് ഗുണ്ടകളെയും ഇവരും കൂട്ടുപിടിച്ചു. അതിനകത്ത് ബംഗ്ലാദേശിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന അഭയാർത്ഥികളല്ല, നുഴഞ്ഞുകയറ്റക്കാര്, ലോകത്തിലെ ഏറ്റവും ക്രൂരരായ റോഹിംഗ്യൻ ജനവിഭാഗം, ഇവരെ എല്ലാം അകത്ത് കയറ്റി പണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്ത പോലെ. നമ്മൾ ഓർക്കണം, UPA ഭരണകാലത്ത് ലോകസഭയിൽ ഇതേ മമതാ ബാനർജിയാണ് ആവശ്യപ്പെട്ടത്. പൗരത്വ രജിസ്റ്റർ വേണം, കടന്നുകയറ്റക്കാരെ തിരിച്ചുവിടണം, ബംഗാളിനെ കടന്നുകയറ്റക്കാരിൽ നിന്ന് മുക്തനാക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട മമതാ ബാനർജി അധികാരം കയ്യിൽ കിട്ടിയപ്പം അതിനന്ന് അവർക്ക് കമ്മ്യൂണിസ്റ്റ് പരിവാറിലെ സംഘപരിവാർ എന്ന് പറയുന്ന പോലെ പരിവാറാ കമ്മ്യൂണിസ്റ്റ് പരിവാർ, ആ പരിവാറിലെ നക്സലുകളെ കൂടെ കൂട്ടിയാന്നവർ. അങ്ങനെ കൂടെ കൂട്ടിയാണ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പം
യഥാർത്ഥത്തിൽ മമത പിന്തുടർന്നത് ചൈനയിലെ ഷീ ജിൻപിങ്ങിൻ്റെ രീതിയാണ്. ഷീ ജിൻപിങ്ങിൻ്റെ അച്ഛനെ, പേര് ഞാൻ ചൈനീസ് പേര് ഓർക്കുന്നില്ല, 934 കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രധാന പ്രവർത്തകനായിരുന്നു. എന്തോ പാർട്ടിക്കുള്ളിലുണ്ടായ തർക്കത്തിൻ്റെ പേരിൽ അങ്ങനെ കൊല്ലാൻ വിളിച്ചു. കൊന്നേക്കാൻ രാജ്യത്തെ കോടതിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചടക്ക സമിതി കൊല്ലാൻ വിധിച്ചു. ഈ കൊല്ലാൻ വിധിച്ച ആൾ, അയാളുടെ ഭാഗ്യത്തിന് പിറ്റേ ദിവസം മാവോ സേതുങ് അവിടെ ചെന്നായിരുന്നു. ആ മാവോ സേതുങ് ചെന്ന് കഴിഞ്ഞപ്പം അങ്ങേർക്ക് ഒരു ദയ തോന്നി, തൽക്കാലം കൊല്ലണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കൊല്ലാതെ വിട്ട ആളാണ് ഇന്നത്തെ ചൈനീസ് ഭരണാധികാരിയായ ഷീ ജിൻപിങ്ങിൻ്റെ അച്ഛൻ. അങ്ങേര് പിന്നീട് വളർന്നു വന്നു. 1960കളുടെ അവസാനം പാർട്ടിയിൽ വളർന്നെങ്കിൽ പോലും പിന്നെയും പാർട്ടിയുടെ അച്ചടക്കങ്ങൾക്ക് വിധേയനായി. അവർ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് പുറത്തു തള്ളി, ശിക്ഷയ്ക്ക് വിധേയനാക്കി. ആ കൂടെ അന്ന് ബാലനായിരുന്ന, ചെറിയ പ്രായക്കാരനായിരുന്ന ഷീ ജിൻപിങ്ങിനെയും ഈ ദുർഗുണ പരിപാല ശാലയുണ്ടല്ലോ, അല്ലെ പാർട്ടിയെ പഠിപ്പിക്കാൻ വിടുന്ന, അങ്ങോട്ട് വിട്ടു. അന്നത്തെ പീഡനം സഹിക്കാതെ വന്നിട്ട് ഷീ ജിൻപിങ്ങിൻ്റെ സഹോദരി, ഹാഫ് സഹോദരി, അതായത് അച്ഛനാളാണ്, അമ്മ വേറെയാണ്, സഹോദരി ആത്മഹത്യ ചെയ്തു. അച്ഛൻ ആ കമ്മ്യൂണിസ്റ്റ് തടവറയിൽ കിടന്ന് മരിക്കുകയും ചെയ്തു. അപ്പോൾ അച്ഛനും പെങ്ങളും നഷ്ടപ്പെട്ട ഷീ ജിൻപിങ്ങാണ് ഇന്ന് ചൈനയിലെ ആ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ പിന്തുടർച്ചക്കാരൻ. അദ്ദേഹം നന്നാകാൻ ശ്രമിക്കുകയല്ല ചെയ്ത്. അതേ ശൈലിയിലാണ് മമത ബംഗാളിലും, ആ ജ്യോതി ബസുവിൻ്റെ ശൈലിയിൽ, കമ്മ്യൂണിസ്റ്റുകാരുടെ ശൈലിയിൽ വെട്ടിപ്പിടുത്തത്തിൻ്റെയും വെട്ടിക്കൊലപാതകത്തിൻ്റെയും ആ രാഷ്ട്രീയ ശൈലി മമത മുന്നോട്ട് കൊണ്ടുവന്നു. നമുക്ക് കാണാം മമത അവിടെ രാഷ്ട്രീയമായി നടത്തുന്ന അവരുടെ പ്രസംഗശൈലി, പ്രവർത്തന ശൈലി, മമതയുടെ മാത്രമല്ല, ദേശീയ ചാനലുകളിൽ സംവാദത്തിന് വരുന്ന തൃണമൂൽ പക്ഷക്കാരുടെ സംസാര ശൈലി ഒന്ന് നോക്കിയേ. വേറെ ആരെങ്കിലും സംസാരിക്കാൻ സമ്മതിക്കുമോ? അതുപോലെ ലോക്സഭയിലും മറ്റേ കല്യാൺ ബാനർജിയും മറ്റുമൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നത്? പട്ടി കുരയ്ക്കുന്നത് പോലെ ഇങ്ങനെ കുറേ ശബ്ദം ഉണ്ടാക്കും. എന്തൊക്കെയാണ് കാണിക്കുന്നത് അവിടെ? അതുപോലെ രാഷ്ട്രത്തിന് ഉപരാഷ്ട്രപതിയെക്കുറിച്ച് മിമിക്രി കാണിക്കുക. അങ്ങനെ അഹങ്കാരത്തിൻ്റെ രാഷ്ട്രീയം പ്രകോപനപരമായ രീതിയിൽ പ്രവർത്തിച്ച് എതിർപക്ഷത്തെ അടിച്ചൊതുക്കുന്ന രാഷ്ട്രീയം. അതോടൊപ്പം തന്നെ സന്ദേശ് ഖാലിയിലും മറ്റും നമ്മൾ കണ്ടില്ലേ, ആ സന്ദേശ് ഖാലിയിലെ ഹൈന്ദവ ജനവിഭാഗത്തെ അടിച്ചൊതുക്കുന്നതിന്, അവരുടെ വീടുകൾ കയറി ബലാത്സംഗം നടത്തുന്നതിന്, അവരുടെ കൃഷിയിടങ്ങൾ കവർന്നെടുക്കുന്നതിന്, അതുപോലെ ആർജിക്കർ യൂണിവേഴ്സിറ്റിയിൽ അവിടെയും നടന്ന സംഭവം നമുക്കറിയുള്ളതല്ലേ. അത്തരത്തിൽ തനിക്ക് രാഷ്ട്രീയ പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടി അതിനുശേഷം 2-3 ബലാത്സംഗങ്ങൾ, പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത സമാനമായ സംഭവം ഉണ്ടായിട്ട് പോലും നടന്നത് അവിടുത്തെ ക്രമസമാധാന പാലനത്തിന്റെ തകർച്ച തന്നെയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. അത് മാത്രവും തനിക്ക് രാഷ്ട്രീയ പിന്തുണ തരുന്നതിന് പകരമായിട്ട് നിങ്ങൾ എന്ത് വേണേൽ കാണിച്ചു. നിങ്ങൾക്ക് ഹിന്ദുവിൻ്റെ മേൽ അഴിഞ്ഞാടാം, അവൻ്റെ വസ്തുക്കൾ പിടിച്ചെടുക്കാം, അവൻ്റെ സ്ത്രീകളുടെ മേൽ അനാവശ്യം കാണിക്കാം. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം സന്ദേശ് ഖാലിയിലെ ആ മുസ്ലിം നേതാവിന് കൊടുത്തതുപോലെ, തൃണമൂലിൻ്റെ ആളാണ്, ഞാൻ പേര് മറന്നുപോയി, ഷാജഹാനോ അങ്ങനെ എന്താ പേര്, അത് കൊടുത്തതുപോലെ സംസ്ഥാനം വ്യാപകമായി. പിന്നെ വേറൊന്ന്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ കുടിയേറി വരുന്ന ഈ ബംഗ്ലാദേശ് കുടിയേറ്റക്കാർക്കും റോഹിംഗ്യൻസിനൊക്കെ ആധാറും ഇലക്ട്രൽ കാർഡും എല്ലാം കൊടുത്തിട്ട് അനധികൃതമായിട്ട് വോട്ട്, ഈ വോട്ടിൻ്റെ സംഖ്യ അങ്ങോട്ട് കൂടിപ്പോയിട്ട് അത് മാത്രമുണ്ട് ജയിക്കാം. തന്നെയല്ല, ആ ബൂത്തിലോട്ടൊന്നും വേറൊരു ഏജൻറ്റിന് പോലും ചെല്ലാൻ പറ്റില്ല. അവിടെയൊക്കെ മമതയുടെ പോലീസിൻ്റെ ധാർഷ്ട്യം. ഇലക്ഷൻ കഴിഞ്ഞാലോ, കഴിഞ്ഞ 2021 ഇലക്ഷന് ശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ അക്രമത്തിൽ 50-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്.
അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണകാലത്തും അങ്ങനെ തന്നെയാണ്, മമതയുടെ കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പം എന്താ അനുഭവം? എതിർക്കുന്ന രാഷ്ട്രീയക്കാരനെ കൊന്നില്ലാതാക്കുന്ന രാഷ്ട്രീയം, എന്നിട്ട് ഞങ്ങൾക്ക് ആ ഭൂരിപക്ഷം എന്ന് പറയുക. പിന്നെ ബൂത്ത് പിടിച്ചെടുക്കുക, ബൂത്തുകൾ അവർന്നെടുക്കുക, മറ്റ് പാർട്ടിക്കാരുടെ വോട്ട് ചെയ്യുക. ഈ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആണേലും കോൺഗ്രസിൻ്റെ ആണേലും ബി ജെ പിയുടെ പറയണ്ട, എല്ലാവരുടെയും എതിർപക്ഷത്തിൻ്റെ വോട്ട് പോലും മമതയുടെ തൃണമൂലിൻ്റെ ഏജന്റുമാർ ചെയ്തിരിക്കും. അത് മാർക്സിസ്റ്റുകാരും പണ്ട് അങ്ങനെ ആയിരുന്നു. ഇവിടെ തന്നെ പല എഴുത്തുകാരും എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. ഞങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി ആ ചുവന്ന ബംഗാളിലേക്ക് വോട്ട് ചെയ്യാൻ ചെന്നപ്പം നിങ്ങൾ അങ്ങോട്ട് പോവുക, വോട്ട് ചെയ്യാം, വേണ്ട നിങ്ങളെ വോട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിച്ച് തിരിച്ചു നോക്കണം പറഞ്ഞു. ആ രീതി അവലംബിച്ച കമ്മ്യൂണിസ്റ്റ് ശൈലി തന്നെ ഇവരും പിന്തുടർന്നു. അപ്പം എന്തൊക്കെയായി കാര്യം? ഒന്ന്, വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപകമായ മായം ചേർക്കൽ, ഇല്ലാത്ത ലെവലിലേക്ക് സംഖ്യ ഉയർത്തുക, ആ വോട്ട് ഉറപ്പ് വരുത്തുക. ലക്ഷങ്ങളുടെ ഇവിടെ കേരളത്തിലെ LDF ചെയ്യുന്നത് 91 ലക്ഷം പേരെയാണ് SIR നിന്നും ഒഴിവാക്കിയത്. അങ്ങനെ വന്നപ്പം ആദ്യം കൃത്യമായും വ്യവസ്ഥാപരമായി ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടു, SIR കൊണ്ടുവന്നു, വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരിച്ചു. അങ്ങനെ കള്ള വോട്ടുകൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മരണം, അങ്ങനെയുള്ള ഉണ്ടല്ലോ, ഡ്യൂപ്ലിക്കേറ്റുള്ള വോട്ടുകൾ, ഇതെല്ലാം കൂടെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പം വോട്ടേഴ്സ് ലിസ്റ്റിൽ സ്വാഭാവികമായിട്ടും ഒരു ശുദ്ധീകരണം വന്നു. അതൊരു ഘടകം. ഒപ്പം തന്നെ അവിടെ ഇത്തവണ കഴിഞ്ഞ തവണ ഒരുപക്ഷെ ചെയ്ത ഏറ്റവും വലിയ തെറ്റും BJPയുടെ അതായിരുന്നു. ഇലക്ഷന് ശേഷമുള്ള കാലഘട്ടത്തിൽ മമത എന്ത് ചെയ്താലും അവിടെയുള്ള സാധാരണക്കാരൻ്റെ ജീവനും സ്വത്തിനും ഉറപ്പ് കൊടുക്കുന്ന ഒരിടപെടലിലേക്ക് പോകുന്നതിന് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഒരു തടസ്സമില്ലാതെ ഇടപെടാൻ കഴിയാത്തത് കൊണ്ട് അന്ന് കേന്ദ്ര ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. പക്ഷെ ഇത്തവണ ഇലക്ഷൻ കമ്മീഷൻ ബോധപൂർവ്വം ഇടപെട്ട് വേണ്ടത്ര പാരാമിലിറ്ററി ഫോഴ്സസിനെയും കേന്ദ്രസേനയും അവിടെ ഉറപ്പാക്കിക്കൊണ്ട് നമ്മൾ ഇന്നലെ ഇന്ന് കണ്ടില്ലേ, 92% സംസ്ഥാന 2 പ്രാവശ്യത്തെയും നിറതോക്കുകളുമായിട്ടാണ് നിന്നത്. കാരണം വേറെ മറ്റൊരു ഗതിയുമില്ല പോലീസ്. ആളുകൾ ഭയപ്പെടാതെ കൂളായിട്ട് വോട്ട് ചെയ്യുന്നു. ഒരു കാര്യം നമ്മൾ കണ്ടതാണ്, എന്നിട്ടും ഉണ്ടായ പ്രശ്നം പറയുന്നു. വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് സുവേന്ദ്രാധികാരിന് മുദ്രാവാക്യം വിളിക്കുക. ഇലക്ഷൻ അന്ന് നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ബൂത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ? പരിസരത്തേക്ക് അടുപ്പിക്കില്ലല്ലോ. ഇത് അന്നും മുദ്രാവാക്യം വിളിക്കുക, അന്നും ബഹളം ഉണ്ടാക്കുക, അന്നും അടിച്ചോടിക്കുക. അതാണോ തിരഞ്ഞെടുപ്പ്? അങ്ങനെയല്ല തിരഞ്ഞെടുപ്പെന്ന് കാണിച്ചു കൊടുത്തിട്ട് ശക്തമായ ജനകീയ രംഗത്തെ പ്രവർത്തനവും കൊണ്ട് ജനസ്വാധീനം വർദ്ധിപ്പിക്കലാണ്. അതായത് ജെന്യുവിനായിട്ട് വോട്ട് ചെയ്യേണ്ട ആളുകളുടെ സംഖ്യ മാത്രമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ്, അവർ മൊത്തം ഒരു ഭയവും ഭീതിയും ആശങ്കയും കൂടാതെ വോട്ട് ചെയ്യുന്നതിന് എത്തുന്നതിനുള്ള സാഹചര്യം ഇതെല്ലാം ഒരുക്കിയ ശേഷമാണ് അവിടെ എക്സിറ്റ് പോളിൽ ഇപ്പം കാണുന്ന സകാരാത്മകമായ പോസിറ്റീവായ പൊളിറ്റിക്കൽ ചേഞ്ചിന്, രാഷ്ട്രീയ മാറ്റത്തിന്, അല്ലെങ്കിൽ ബംഗാളി ഭാഷയിൽ പറഞ്ഞാൽ പരിവർത്തൻ്റെ അവസ്ഥ ഉണ്ടായത്. അങ്ങനെയാണ് അവിടെ നടുടിഞ്ഞിടക്കാണ് കോൺഗ്രസ്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, കോൺഗ്രസിൻ്റെ കാര്യം കിടക്കട്ടെ. അവിടെ ഇവിടെ നമ്മൾ കാണുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് ബീഹാർ, ആസാം, ബംഗാൾ, ഒറീസ, ആന്ധ്രാപ്രദേശ്, അങ്ങനെ ഭാരതത്തിൻ്റെ ആ മേഖലയിലെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ദേശീയ ബോധമുള്ള BJPയുടെയും ദേശീയ ജനാധിപത്യ മുന്നണിയുടെയും ഭരണകൂടങ്ങൾ വരുന്നത് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഉണ്ടാകാൻ ഇടയുള്ളതുമായ ദേശസുരക്ഷാ പ്രശ്നങ്ങളെ നേരിടുന്നതിന് ഭാരതത്തെ ശക്തമാക്കുന്നതിന് സഹായിക്കും. അതൊരു പ്രധാന വിഷയമാണ്. അതുകൊണ്ടാണ്
ആ ഒരു മേഖലയിലാണ് ആൻഡമാൻ നിക്കോബാർ വരുന്നത്. ആ ആൻഡമാൻ നിക്കോബാറിലെ ഭാരത സർക്കാർ ഇടുന്ന പുതിയ പ്രോജക്റ്റിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി അങ്ങ് പറഞ്ഞതുപോലെ അവളെല്ലാം തോറ്റു തുന്നം പാടിയ രാഹുൽ ഇപ്പം അങ്ങോട്ട് പോയിരിക്കുക. രാഹുൽ ആൻഡമാൻ നിക്കോബാറിലെ ആ ഒരു ഭാരതത്തിൻ്റെ രണതന്ത്രപരമായ പ്രാധാന്യമുള്ള ആ പുതിയ സംരംഭത്തിന് എങ്ങനെയും അനുവാദം കൊടുക്കാതിരിക്കുന്നതിനുള്ള തടസ്സപ്പെടുത്തുന്ന നീക്കമായി. അതിനുവേണ്ടി സോണിയ ഒരു ആർട്ടിക്കിൾ നേരത്തെ എഴുതിയിരുന്നു. ഒരു കാര്യം ഓർക്കുക, വീരവിനായക ദാമോദർ സവർക്കർ ആൻഡമാനിലെ തടവറയിൽ കിടന്നപ്പം ആ കാലത്ത് അദ്ദേഹം എഴുതിയതാണ്, ഭാരതം സ്വതന്ത്രമാകുന്ന ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളിൽ രണതന്ത്രമായ കാര്യങ്ങളിൽ നിർണായകമായ പ്രാധാന്യമുള്ള സ്ഥലമാണ് ആൻഡമാൻ നിക്കോബാർ എന്ന്. ആ ആൻഡമാൻ നിക്കോബാറിലെ നിർണായകമായ നമ്മുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നതിന് ജോർജ് ഫെർണാണ്ടസ് പ്രതിരോധ മന്ത്രിയായ കാലത്തും പറഞ്ഞിട്ടുണ്ട്. ചൈനയ്ക്ക് അതിനകത്ത് ഭയമുണ്ട്, ചൈനയ്ക്ക് കൺസേണുണ്ട്. ആ ചൈനയുടെ കൺസേണാണ് രാഹുൽ ഇപ്പോൾ കാണിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ആണെങ്കിലും തൃണമൂലാണെങ്കിലും ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിലും ഭാരത വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന, ചൈനയുടെ ആണെങ്കിലും അമേരിക്കയുടെ ആണെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിലും ഭാരത വിരുദ്ധ ചേരികളിൽ നിൽക്കുന്ന രാജ്യങ്ങളോട് ആവർത്തിക്കുന്നു, ചൈനയോടും പാകിസ്ഥാനോടും പാശ്ചാത്യ രാജ്യങ്ങളോടും ഒക്കെ വിധേയത്വമുള്ള ഭാരതത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കയ്യിൽ നിന്ന് ആസാമും ബംഗാളും ഒറീസയും ആന്ധ്രാപ്രദേശും ഒക്കെ വിമോചിതമാകുന്ന സാഹചര്യം ഭാരതത്തിൻ്റെ ദീർഘകാല സുരക്ഷിതത്തിന് ഗ്യാരണ്ടി നൽകുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്.